नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പുല്ലിംഗ ശബ്ദത്തിൻ്റെയും സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെയും കുറച്ച് ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പുല്ലിംഗ ശബ്ദം തന്നിട്ട് സ്ത്രീലിംഗ ശബ്ദം ചോദിക്കാം, അതേപോലെ സ്ത്രീലിംഗ ശബ്ദം തന്നിട്ട് പുല്ലിംഗ ശബ്ദവും ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. വളരെ എന്താ പറയുക, നമ്മൾ വളരെയധികം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കവി എന്നുള്ളതാണ്. കവി എന്ന പുല്ലിംഗ ശബ്ദമാണ് അല്ലേ? കവി എന്നത് എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ കവി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ് ചോദിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് പലയിടത്തും കാണാറുണ്ട്. അത് മലയാളത്തിലായാലും വരാറുണ്ട് കേട്ടോ. PSC എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കവിയുടെ സ്ത്രീലിംഗ രൂപം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കവിയുടെ സ്ത്രീലിംഗ രൂപം എന്താണ്? പലരും കവിത്രി എന്ന് എഴുതും. കവിയാവുമ്പോൾ കവിത്രി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്ത്രീലിംഗ രൂപം കവിത്രി എന്ന് എഴുതും. പക്ഷേ അതെന്താണ്? തെറ്റാണ്. കവിയുടെ സ്ത്രീലിംഗ രൂപം കവയിത്രി എന്നാണ്. എന്താണ്? കവയിത്രി. കവി കവയിത്രി ആയിട്ടാണ് മാറുന്നത്. ദാത എന്ന് പറയുമ്പോൾ ധാത്രി ആയിട്ട് സ്ത്രീലിംഗം വരും. ദാത, ധാത്രി. അതേപോലെ കാന്ത എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദമാണ്. കാന്ത എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം. വിദ്വാൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദമാണ്. വിദുഷി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണ്. അതേപോലെ പൂജാരി എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്. പൂജാരിൻ, റിന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പൂജാരിൻ സ്ത്രീലിംഗമായി. അതേപോലെ നേത പുല്ലിംഗ ശബ്ദമാണ്. അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം നേത്രി. ഭർത്ത, ഭർത്തൃ. അതേപോലെ വിധുർ, വിധവ. ഗുരു, ഗുരുവായിൻ. അതേപോലെ ഠാക്കുർ, ഠക്കുരായിൻ എന്നാണ് സ്ത്രീലിംഗ രൂപം വരിക. അതേപോലെ ഠഠേര, ഠഠേരീൻ. ശിഷ്യ, ശിഷ്യ എന്നാണ് വരിക. ഭഗവാൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്. ഭഗവതി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്. അതേപോലെ അനുജ എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്. അനുജ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്. അപ്പോൾ കമൽ പുല്ലിംഗമാണ്. കമലിനി സ്ത്രീലിംഗമാണ്. ബ്രാഹ്മൺ, ബ്രാഹ്മണി. ആചാരി, ആചാര്യ. യുവ, യുവതി. സന്യാസി, സന്യാസിനി. അതേപോലെ തപസ്വി, തപസ്വിനി. സ്വാമി, സ്വാമിനി. അതേപോലെ ഹിതകാരി എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദമാണ്. ഹിതകാരിണിയാണ് സ്ത്രീലിംഗ ശബ്ദം. സൂത്ത് എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. സുതായാണ് സ്ത്രീലിംഗ ശബ്ദം. സൂത്ത് എന്ന് പറയുമ്പോൾ പുത്രനാണ്. സുത എന്ന് പറയുമ്പോൾ പുത്രി. സൂത്ത്, സുത. അതേപോലെ മഹാൻ, മഹതി. ഭക്ത്, ഭക്തിൻ. സൂര്യ, സൂര്യ. സുലോചൻ, സുലോചന അല്ലേ? സുലോചൻ, സുലോചന. അതേപോലെ എന്താണ്? വീർ, വീരാംഗന. വീറിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? വീരാംഗന. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് അഥവാ ചോദിച്ചാലോ. അപ്പോൾ ഇത്രയും വേർഡ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.